ബാഹ്യ സൗന്ദര്യത്തിനോടൊപ്പം തന്നെ തീർച്ചയായും നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആന്തരിക സൗന്ദര്യത്താലും അനുഗ്രഹിക്കപ്പെട്ടു. അദ്ദേഹം വിനയത്താലും എളിമയാലും അനുഗ്രഹിക്കപ്പെട്ടു. എളിമയാലും അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതശൈലി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും തിരുമിക റിപ്പോർട്ട് ചെയ്താൽ നമുക്കറിയാവുന്ന ഒരു കഥയുണ്ട്. ഉമർ ബിൻ അൽ ഖത്താബിന് കഴിക്കാനൊന്നുമില്ലായിരുന്നു. അവിടുത്തെ തെരുവിൽ അങ്ങനെ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രവാചകനും അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇതൊരു ഉച്ച സമയത്തായിരുന്നു. ഉച്ച സമയത്ത് വേനൽക്കാലത്ത് ആരും തെരുവിലൂടെ നടക്കില്ല, അത്രയും ചൂടാണ്. അപ്പോൾ അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാ, താങ്കൾ എന്താണ് ഇവിടെ പുറത്ത് ചെയ്യുന്നത്? എന്നാൽ പ്രവാചകൻ അറിയാം, ഉമർ ഒരു കാരണത്താൽ മാത്രമായിരിക്കും പുറത്തിറങ്ങുന്നത്. അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ സമാനമായ കാരണത്താൽ വീട്ടിൽ കഴിക്കാനൊന്നുമില്ല, ആ കാരണത്താലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അതുവഴി അബൂബക്കർ റളിയല്ലാഹു അൻഹു നടക്കുന്നുണ്ടായിരുന്നു. വിശന്നിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലിരിക്കാൻ കഴിയില്ല, പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവർ മൂന്നുപേരും അവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അബുൽ ഹൈത്തം എന്ന പേരുള്ള ഒരു സ്വഹാബി ജോലി കഴിഞ്ഞ് അതുവഴി മടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വരവായിരുന്നു അത്. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാ, നിങ്ങൾ മൂന്നുപേരും എന്താണ് ഈ സമയത്ത് ചെയ്യുന്നത്? അപ്പോൾ ഉമർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അബുൽ ഹൈത്തം പറഞ്ഞു, ഇല്ല, ഇത് സാധ്യമല്ല, ഇത് സാധ്യമല്ല. മൂന്ന് മികച്ച ആളുകൾ ഇവിടെ ഇരിക്കുന്നുവോ? അബുൽ ഹൈത്തമിന്റെ വീട്ടിൽ ഒരാടുണ്ട്. അതിനാൽ അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കാം, എന്റെ വീട്ടിലേക്ക് വരൂ. അദ്ദേഹം വീട്ടിലേക്ക് ഓടി. പാൽ നൽകുന്ന പ്രായം കഴിഞ്ഞ ഒരു ആട് മാത്രമേ അവനുള്ളൂ. ആ ഒരു പ്രായമായ ആട്. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, അള്ളാഹുവാണെ, നമുക്ക് ഈ ആടിനെ ബലിയർപ്പിക്കേണ്ടതുണ്ട്, നമുക്ക് ആടിനെ ഒഴിവാക്കാം, നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുക, ഞാൻ മാവ് കുഴയ്ക്കാം, എന്നിട്ട് കുറച്ച് അപ്പം ഉണ്ടാക്കാം, അതിനാൽ അവർക്ക് മാംസവും അപ്പവും നൽകാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കറും ഉമറും വന്നു. അവർ മാംസവും അപ്പവും കഴിച്ചു. തീർച്ചയായും ആ കാലത്തെയും ഈ ദിവസം വരെയുള്ള ആഡംബര ഭക്ഷണം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരുന്നു? വീട്ടിലെ അവസ്ഥ പട്ടിണി ആയതുകൊണ്ടാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയതെന്നും അള്ളാഹുവാണ് അവർക്ക് ഈ ഭക്ഷണം നൽകിയതെന്നും അദ്ദേഹം അബൂബക്കറെയും ഉമറെയും ഓർമ്മിപ്പിച്ചു. ഹേ അബൂബക്കറെ, ഉമറെ, സുമ്മലത്ത് സാലുന്നയവുമ ഇതിൻ. ഈ ദിവസത്തെ സുഖാനുഭവത്തെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യപ്പെടുക തന്നെ ചെയ്യും. അതേപോലെ നിങ്ങൾ എന്നോട് വേണ്ടത്ര നന്ദി പറഞ്ഞു എന്നും. വല്ലാഹി, നമ്മളിൽ പലരും 3 നേരം ഭക്ഷണം കഴിക്കുന്നു. നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല, അല്ലെ? അള്ളാഹു ഈ നഈമിനെ കുറിച്ച് ചോദിക്കും എന്നതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ബോധവാനാണെന്ന് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. പ്രവാചകന്റെ എളിമയുടെ കാര്യത്തിൽ അനസ് ഇബ്നു മാലിക് പറയുന്നു, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷം സേവിച്ചു. ഞാൻ അദ്ദേഹത്തെ സേവിച്ചു. ഞാൻ വെറുതെ സന്ദർശിക്കുകയല്ല ചെയ്തത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം 10 വർഷം ജീവിച്ചു. ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ ശാസിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഉഫ് എന്ന വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഉഫ് എന്നത് പ്രകോപനം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ചെറിയ വാക്കാണ്. ഇത് കോപത്തിന്റെ വാക്കല്ല, പ്രകോപനം പ്രകടിപ്പിക്കുന്ന വാക്കാണ്. അത് എന്ന് പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒഫ് എന്ന് പറയുന്നതിന് തുല്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒഫ് എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അനസ് പറയുന്നു, നീ എന്തിനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നീ അത് ചെയ്യാത്തത് എന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പറയുന്നത് പോലെ ഒരു വ്യക്തി തന്റെ കുടുംബത്തോട് എങ്ങനെ പെരുമാറുന്നുവോ, അല്ലെങ്കിൽ തന്റെ ഏറ്റവും അടുത്തുള്ളവരോട് എങ്ങനെ ഇടപഴകുന്നുവോ, അതിലൂടെ നാം ആ വ്യക്തിയെ മനസ്സിലാക്കാം. നമ്മുടെ കുടുംബത്തോടും ഇണയോടും കുട്ടികളോടും നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അതാണ് യഥാർത്ഥത്തിൽ നാം. മസ്ജിദിൽ മറ്റൊരാളാകുവാൻ നമുക്ക് എളുപ്പമാണ്. ജോലി സ്ഥലത്ത് ഒരാളാകുവാൻ എളുപ്പമാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മുന്നിൽ എങ്ങനെയാണ്, നിങ്ങളുടെ കുട്ടിയുടെ മുന്നിൽ എങ്ങനെയാണോ അതാണ് നിങ്ങൾ. അനസ് ഇബ്നു മാലിക് പറയുന്നു, 10 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒഫ് എന്ന വാക്ക് ഒരിക്കൽ പോലും ഞാൻ കേട്ടില്ല. അതാണ് എല്ലാം തികഞ്ഞ ഒരു പെരുമാറ്റം. പ്രവാചകന്റെ എല്ലാ തമാശകൾ പോലും ശുദ്ധമാണ്, ശുദ്ധവും സത്യവുമാണ്. അവന്റെ തമാശകൾ പോലും സത്യമാണ്. അദ്ദേഹം ആളുകളെ ചിരിപ്പിക്കുമ്പോൾ വരെ അതിൽ സത്യസന്ധതയുണ്ട്. കൂടാതെ ഇതിൽ ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരു വൃദ്ധയായ സ്ത്രീയുടെ കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യുക. അവർ ഒരു ബുദ്ധിമതിയായ സ്ത്രീയാണ്. ഒരു 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വൃദ്ധ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ അമ്മായി, പ്രായമായ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ദൈവശാസ്ത്രം പഠിച്ചില്ലേ? നിങ്ങൾക്കറിയില്ലേ പ്രായമായ സ്ത്രീകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന്? അത് കേട്ടപ്പോൾ ആ സ്ത്രീ കരയുവാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം അവരോട് നോക്കി പറഞ്ഞു, കരയരുത്, കരയരുത്.
വല്ലാഹി വൃദ്ധകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു യുവസുന്ദരിയായി മാറ്റും. എന്നിട്ട് അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതെല്ലാം ഒരു തമാശയായിരുന്നു. അവർക്കൊരു സന്തോഷവാർത്ത അറിയിക്കുമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചത്. ഒരു വൃദ്ധയായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നും ഒരു സുന്ദരിയായ കന്യകയായിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് അദ്ദേഹം ഈ വാക്യം പാരായണം ചെയ്തു. ഇന്നാ അൻഷഅനാഹുന്ന ഇൻഷാ. തീർച്ചയായും അവരെ നാം ഒരു പ്രത്യേക പ്രകൃതിയോടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബുഖാരിയിൽ പരാമർശിച്ച ഒരു മനോഹരമായ ഹദീസ് വിവരിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അനസ് ഇബ്നു മാലിക് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, ഓ അള്ളാഹുവിന്റെ റസൂലെ, വിധി കൽപ്പിക്കപ്പെടുന്ന ആ ദിനം എപ്പോഴാണ്? മത്താ സാഴത്ത്. ഇതൊരു പ്രയോജനമില്ലാത്ത ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല. വിധി കൽപ്പിക്കുന്ന ആ ദിനം എന്നാണെന്ന് പ്രവാചകനും അറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നതിന് പകരം കൂടുതൽ പ്രസക്തമായ ഒരു ചോദ്യത്തിലേക്ക് നബി അവനെ നയിച്ചു. ആ ദിവസം വരുമ്പോൾ നിങ്ങൾ അന്നേക്ക് എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത്? വിധി നടപ്പിലാക്കുന്ന ആ ദിവസം ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ആ ദിവസത്തേക്ക് എന്താണ് തയ്യാറാക്കിയിരിക്കുന്നത്? അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ കുറച്ചു നേരം നിശബ്ദനായി. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ തന്നെ പൂർണ്ണമായും മാറ്റി. അല്ലെ, ഇവിടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയാണ്, ആരെങ്കിലും വന്ന് നിങ്ങളോട് ഒരു പ്രയോജനമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ അവരെ കളിയാക്കരുത്, അതിനു പകരം കൂടുതൽ പ്രസക്തമായ ഒന്നിലേക്ക് ആളെ നയിക്കുക. ഇവിടെ ആ മനുഷ്യൻ ആ ചോദ്യത്തിൽ പൂർണ്ണമായും ഞെട്ടി, നിശബ്ദനായി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് നമസ്കരിച്ചിട്ടില്ല, നോമ്പെടുത്തിട്ടില്ല, സ്വതക്ക ചെയ്തിട്ടില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു. പക്ഷേ എനിക്ക് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ ആരെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്നവനോടൊപ്പം ഉണ്ടാകും.